Hello students, welcome back to Bosco Campus Vision. In the previous session we discussed venture capital and its early stage of financing. So in this session we will move on to the next topic, that is the later stage of venture capital financing. So the later stage of financing is provided to established business houses when they need additional financial support for development or expansion. When such business houses cannot raise capital through public issue, they approach venture capital funds for support. സോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ഹൗസിന് വേണ്ടുന്ന ഫിനാൻസ് ആണ് ലേറ്റർ സ്റ്റേജ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. സോ ഫർദർ ഡെവലപ്മെൻറ്റിനും എക്സ്പാൻഷനും വേണ്ടിയിട്ട് അഡീഷണൽ ഫണ്ട്സ് വേണ്ടുമ്പോൾ ആ ഒരു ടൈമിലെ ഫിനാൻസിങ്ങിനെയാണ് ലേറ്റർ സ്റ്റേജ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. സോ സ്വയമേ പബ്ലിക് ഇഷ്യൂ വഴി ഫണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസിനെ ഇവർ അപ്രോച്ച് ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഏർലി സ്റ്റേജ് ഓഫ് ഫിനാൻസിങ്ങിലെ പോലെ പല രീതിയിലാണ് ഇവിടെയും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫിനാൻസ് ദാറ്റ് കംസ് അണ്ടർ ദ ലേറ്റർ സ്റ്റേജ് ഓഫ് ഫിനാൻസിങ് ആർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ്, എക്സ്പാൻഷൻ ഫിനാൻസ്, റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ, ടേൺ അറൗണ്ട് ഫിനാൻസ് ആൻഡ് ബൈ ഔട്ട് ഫിനാൻസ്. സോ മെയിനായിട്ടും 5 ടൈപ്പ് ഓഫ് ഫിനാൻസിങ് ആണ് ലേറ്റർ സ്റ്റേജ് ഫിനാൻസിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. ഫസ്റ്റ് ഓൺ ഡെവലപ്മെൻറ്റ് ഫിനാൻസ്, എക്സ്പാൻഷൻ ഫിനാൻസ്, റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ, turnaround finance and buyout finance. So we will look into these one by one in detail. So the first one is development finance. It is also known as mezzanine finance. It refers to the financing of an enterprise which has overcome the highly risk stage and have recorded profits but still unable to raise capital through public issue. Funds are needed for the purchase of new equipments, expansion of marketing and distribution facilities, etc. സോ ഈ ഒരു ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ചില എൻ്റർപ്രൈസസുകൾ അവരുടെ ഇനിഷ്യലി ഉള്ള ഹൈലി റിസ്കി സ്റ്റേജസ് എല്ലാം ഓവർകം ചെയ്തു റെക്കോർഡഡ് പ്രോഫിറ്റ്സും ഉണ്ട്. പക്ഷേ അവർക്ക് പബ്ലിക് ഇഷ്യൂ വഴി ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ പുതിയ എൻ്റർപ്രൈസ് ആണ്, അവർ ഇനിഷ്യലി ഉള്ള റിസ്കി സ്റ്റേജസ് എല്ലാം ഓവർകം ചെയ്ത് കുറച്ച് റെക്കോർഡ് പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പബ്ലിക് ഇഷ്യൂ വഴി, അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഇനിഷ്യൽ സ്റ്റേജിലെ കുറച്ച് പ്രോഫിറ്റ് കയ്യിലുണ്ട്, എന്നിരുന്നാലും ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് പുതിയ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യണം, മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റീസൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റേജിൽ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫേം പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻസിനാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് അല്ലെങ്കിൽ മെസനൈൻ ഫിനാൻസ് എന്ന് പറയുന്നത്. And the risk of development capital is considered to be less than that of the early stage financing. സോ ഏർലി സ്റ്റേജ് ഫിനാൻസിങ്ങിനെയും കാട്ടി ലെസ് റിസ്ക്കിയാണ് ഈ ഒരു ടൈമിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ള റിസ്കീനെസ് ഒക്കെ ഓവർകം ചെയ്ത് നിൽക്കുന്ന ഒരു എൻ്റർപ്രൈസ് ആണിത്. അതുപോലെ തന്നെ കുറച്ച് രീതിയിലുള്ള റെക്കോർഡഡ് പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ട്, വലിയ രീതിയിലുള്ള എമൗണ്ട് കയ്യിലില്ലെന്നേ ഉള്ളൂ. സോ ഏർലി സ്റ്റേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഡെവലപ്മെൻറ്റ് ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എക്സ്പാൻഷൻ ഫിനാൻസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രിഡ്ജ് ഫിനാൻസ്. അറ്റ് ദിസ് സ്റ്റേജ് ദ ഫേം ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് ടു എക്സ്പാൻഡ് അറ്റ് എ ഹൈ സ്പീഡ്. എക്സ്പാൻഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫിനാൻസ് ഇൻവോൾവ്സ് ലോ റിസ്ക്. സോ നല്ല രീതിയിൽ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫേമാണ്. സോ അതിന് ഫർദർ എക്സ്പാൻഷൻ ആവശ്യമായിട്ടുണ്ട്. സോ ഈ എക്സ്പാൻഷൻ എന്നുള്ളത് വളരെ സ്പീഡിൽ ചെയ്തെങ്കിൽ മാത്രമേ ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു എൻ്റർപ്രൈസിന് സക്സസ് ആവാനായിട്ട് സാധിക്കൂ. ഇറ്റ് നീഡ്സ് ഫർദർ ഫിനാൻസിങ് ഫോർ എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ, യൂഷ്വലി ഫോർ ന്യൂ ഫാക്ടറീസ്, ലാർജ് വെയർഹൗസസ്, ന്യൂ പ്രോഡക്ട്സ് എക്സെട്ര. സോ പുതിയ ഫാക്ടറീസ് സ്റ്റാർട്ട് ചെയ്യാനും വെയർഹൗസസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനും പുതിയ പ്രോഡക്ട്സിലോട്ടൊക്കെ തിരിയാനും വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ ഫിനാൻസ് ആവശ്യമായിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻസിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രിഡ്ജ് ഫിനാൻസ്. അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റും സക്സസും കണക്ട് ചെയ്യുന്ന ഒരു പാലം പോലെയാണ്, അതുകൊണ്ടാണ് തന്നെ ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഫിനാൻസ് ഓൾസോ ഇൻവോൾവ്സ് ലോ റിസ്ക്. സോ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് എക്സ്പാൻഷൻ ഫിനാൻസും ഒരു ലോവർ റിസ്ക് ആണ്. നെക്സ്റ്റ് ഇസ് റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മണി ഔട്ട് ഡീൽ. The venture capitalist extend finance by purchasing the existing shares from an entrepreneur or other associates. The venture capitalist may convert these ordinary shares into preference shares, earning a fixed dividend coupon. Later, such shares are converted back to ordinary shares when the company is listed.
then the venture capitalist can sell them in the market. സോ ഇതൊരു സ്പെഷ്യൽ മോഡ് ഓഫ് ഫിനാൻസിങ് ആണ് ഈ ഒരു റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് മണി ഔട്ട് ഡീൽ എന്നാണ്. സോ ഇതിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺടർപ്രണറിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അതർ അസോസിയേറ്റ്സിൻ്റെ കയ്യിൽ നിന്നോ കുറച്ച് എക്സിസ്റ്റിംഗ് ഷെയർസ് പർച്ചേസ് ചെയ്യും. എന്നിട്ട് ഇവർ ഈ ഓർഡിനറി ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് ആക്കി കൺവേർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്കൊരു ഫിക്സഡ് ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇതാണ്. ഇക്വിറ്റി ഷെയർസിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡ് കിട്ടത്തുള്ളൂ, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടൂ. പ്രിഫറൻസ് ഷെയർസ് അങ്ങനെയല്ല, പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഫിക്സഡ് ഡിവിഡൻഡ് മാസം മാസം കൊടുത്തേ പറ്റൂ. സോ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഈ ഓർഡിനറി ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഈ രീതിയിൽ കമ്പനിക്ക് ഫിനാൻസും കിട്ടി, അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർസും ആയി. സോ അങ്ങനെ കുറച്ച് നാൾ ഹോൾഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഈ പ്രിഫറൻസ് ഷെയർസ് ഓർഡിനറി ഷെയർസ് ആയിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യും. എപ്പോഴാണ്? കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് തിരിച്ച് ഓർഡിനറി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈസി ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്ത് ക്യാഷ് റീകളക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ ഷെയർസ് അക്യൂർ ചെയ്ത് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Next is turnaround finance. It involves buying the control of a sick company. When an enterprise becomes unprofitable after the launch of commercial production, the venture capital institution may come forward with support. The venture capital institution may reschedule the capital borrowings of the company and change the management to overcome the crisis. സോ നമ്മൾ ഈ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഇൻട്രൊഡക്ടറി സെഷനിൽ പറഞ്ഞതാണ്, മോണിറ്ററി രീതിയിൽ മാത്രമല്ല ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, നോൺ മോണിറ്ററി ആയിട്ടുള്ള സപ്പോർട്ടും ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഒരു സിക്ക് കമ്പനിയുടെ ഓവറോൾ കൺട്രോൾ ബൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ടേൺ അറൗണ്ട് ഫിനാൻസ് എന്ന് പറയുന്നത്. സിക്ക് കമ്പനി എന്ന് പറയുമ്പോൾ പൂട്ടാറായി നിൽക്കുന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. സോ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ അവർക്ക് സക്സസ് ആവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ കമ്പനി അടച്ചു പൂട്ടുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. സോ ഈ സമയത്ത് വെഞ്ചർ ക്യാപിറ്റൽ സപ്പോർട്ടായിട്ട് വരികയാണ്. അവർ ആ കമ്പനി ഏറ്റെടുത്ത് പഴയ മാനേജ്മെൻറ്റിനെ മാറ്റിയിട്ട് പുതിയ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അതായത് പഴയ മാനേജ്മെൻറ്റിനെ പുതിയ മാനേജ്മെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്ത് വേണ്ടുന്ന ക്യാപിറ്റലെല്ലാം പ്രൊവൈഡ് ചെയ്ത് ആ കമ്പനിയെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കും. സോ ഈ ഒരു സ്റ്റേജിൽ മോണിറ്ററി ആയിട്ടുള്ള രീതിയിലും നോൺ മോണിറ്ററി രീതിയിലും ആ കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന, അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻസിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് ഫിനാൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ബൈ ഔട്ട് ഫിനാൻസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫർ ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. Management may be transferred to an internal management team or to an external management team. So it involves two types of buyouts, that is management buyouts and management buy-ins. സോ ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് മാനേജ്മെൻറ്റ് കൺട്രോളുടെ ട്രാൻസ്ഫറാണ്. അതായത് ഒന്നെങ്കിൽ ഒരു ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിന് തന്നെ അത് കൈമാറും, ഇല്ലെങ്കിൽ പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ മാനേജ്മെൻറ്റ് ടീം അത് പർച്ചേസ് ചെയ്യും. സോ മെയിനായിട്ടും രണ്ട് തരത്തിലുള്ള മാനേജ്മെൻറ്റ് ബൈ ഔട്ട്സ് ആണ്. ഒന്ന് മാനേജ്മെൻറ്റ് ബൈ ഔട്ടും ഒന്ന് മാനേജ്മെൻറ്റ് ബൈ ഇന്നും. സോ മാനേജ്മെൻറ്റ് ബൈ ഔട്ട് എന്ന് പറയുന്നത് ആ എക്സിസ്റ്റിംഗ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് തന്നെ ആ കമ്പനി ഓവറോൾ ആയിട്ട് അക്യൂർ ചെയ്യും. പ്രസൻ്റ്ലി ഉള്ള ആ മാനേജ്മെൻറ്റ് ടീം തന്നെ ആ കമ്പനിയുടെ ഓണർഷിപ്പും കൺട്രോളും എല്ലാം അക്വയർ ചെയ്യും. ഇനി മാനേജ്മെൻറ്റ് ബൈ ഇന്നെന്ന് പറയുമ്പോൾ പുറത്തുള്ളൊരു വേറെ കമ്പനി അല്ലെങ്കിൽ ആ കമ്പനിയുടെ പുറത്തുള്ള വേറൊരു മാനേജ്മെൻറ്റ് ടീം ആ കമ്പനി ഫുള്ളി അക്വയർ ചെയ്യും. സോ ഇതിനെയാണ് മാനേജ്മെൻറ്റ് ബൈ ഇന്നെന്ന് പറയുന്നത്. സോ പുറത്തുനിന്ന് പുതിയൊരു ടീം വന്ന് ആ കമ്പനിയുടെ മാനേജ്മെൻറ്റും കൺട്രോളും എല്ലാം മൊത്തത്തിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ മാനേജ്മെൻറ്റ് ബൈ ഇന്നെന്ന് പറയും. ഇനി ആ കമ്പനിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് ടീം തന്നെ ആ കമ്പനിയെ ഫുള്ളായിട്ട് അക്വയർ ചെയ്യുകയാണെങ്കിൽ അതിനെ മാനേജ്മെൻറ്റ് ബൈ ഔട്ട് എന്ന് പറയും. സോ ഈ ഒരു മാനേജ്മെൻറ്റ് ട്രാൻസ്ഫർ സ്റ്റേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻസിനെയാണ് നമ്മൾ ബൈ ഔട്ട് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ ഡെവലപ്മെൻറ്റ് ഫിനാൻസ്, എക്സ്പാൻഷൻ ഫിനാൻസ്, റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ, ടേൺ അറൗണ്ട് ഫിനാൻസ് ആൻഡ് ബൈ ഔട്ട് ഫിനാൻസ് are the 5 modes of finance that is provided in the later stage of venture capital financing. So in this session we discussed in detail the later stage of venture capital financing and the different modes of financing. Hope all are clear with the topic. Thank you.